ആൾക്കാർ നാട്ടിൽ പറയും മരുഭൂമിയിലാണെന്ന് പറയും. പക്ഷെ നമുക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. ഇവിടെ മരുഭൂമിയിൽ ജീവിതം എന്ന് നമുക്കൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. പാനാസോണിക്കിന്റെ ടേപ്പ് റെക്കോർഡറും ഒക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ എമർജൻസിയിലായിട്ടും ഒക്കെ കൊണ്ടുപോകുന്നൊരു കാലഘട്ടമായിരുന്നല്ലോ അന്ന്. നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്, എല്ലാ നിയമങ്ങളും നമ്മുടെ നാട്ടിലും ഉണ്ട്. പക്ഷെ അത് ഫോളോ ചെയ്യുന്ന കമ്മ്യൂണിറ്റി വളരെ കുറവാണ്. ഡൽഹിയിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരാൾ നാട്ടിൽ എത്തുന്നതിനെക്കാട്ടിൽ പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് എത്താൻ പറ്റും. മറക്കില്ല ഞാൻ ഈ പ്രവാസം. നമസ്കാരം. മറക്കില്ല ഞാൻ ഈ പ്രവാസം. ഒമാനിലെ ഒരു ബിസിനസ് പ്രമുഖനാണ് ശ്രീ UK പിള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന ഉണ്ണികൃഷ്ണപിള്ള. മലയാളിയാണ്. അദ്ദേഹം മുംബൈയിൽ നിന്നും തുടങ്ങിയ പ്രവാസം സൗദി അറേബ്യ വഴി ഇപ്പോൾ ഒമാനിലെത്തി നിൽക്കുന്നു. കരിയർ തുടങ്ങിയപ്പോൾ തന്നെ ഒരു സ്വയം സംരംഭകനാകണം എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതിലൂടെയുള്ള യാത്രയാണ് അദ്ദേഹത്തിൻ്റെ പ്രവാസ ജീവിത യാത്രയും. ആ അനുഭവങ്ങളാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. വിജയത്തിൻ്റെയും ഇടയ്ക്കിടയ്ക്കുള്ള ചില വീഴ്ചകളുടെയും ഒരു നീണ്ട കഥ. മറക്കില്ല ഞാൻ ഈ പ്രവാസം. UK. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. എൻ്റെ ഫുൾ നെയിം ഉണ്ണികൃഷ്ണൻ പിള്ളൈ. പക്ഷേ ഞാൻ അറിയപ്പെടുന്നത് UK പിള്ളൈ എന്ന പേരിലാണ്. ജനറലി അങ്ങനെയാണ് മാർക്കറ്റിൽ എന്നെ കുറിച്ച് അറിയപ്പെടുന്നത്. എൻ്റെ നേറ്റീവ് മാവേലിക്കരയ്ക്ക് അടുത്ത് വെട്ടിയാർ എന്ന സ്ഥലത്താണ്. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ അവിടെയാണ്. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ബോംബെയിൽ നിന്നാണ്. ബോംബെയിൽ ഞാനൊരു 4 വർഷം വർക്ക് ചെയ്തു. അന്ന് കുറച്ച് നാൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ഒരു ചെറിയ ഓൺടർപ്രണറായിട്ട് തന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനിടയിലാണ് സൗദി അറേബ്യക്ക് പോകാനായിട്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. അങ്ങനെ ആ ഒരു ഓൺടർപ്രണർഷിപ്പ് പകുതിയിൽ ഉപേക്ഷിച്ചിട്ട് സൗദി അറേബ്യക്ക് പോയി. അവിടെ ഒരു 4 വർഷം സൗദി അറേബ്യയിൽ വർക്ക് ചെയ്തു. അതിനിടയ്ക്ക് എൻ്റെ വെഡിങ് കഴിഞ്ഞു. 1990-ലായിരുന്നു എൻ്റെ വെഡിങ്. അപ്പോൾ അതിനുശേഷം ഞാൻ ആ സമയത്ത് എൻ്റെ ഫാമിലിയൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് വൈഫ് അന്ന് ബോംബെയിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. ഞാനും എൻ്റെ വൈഫും ക്ലാസ്മേറ്റ്സ് ആണ്. വീടും വളരെ അടുത്താണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് പുള്ളിക്കാരത്തിയും പുള്ളിക്കാരത്തി ഒരു കസിൻ്റെ കൂടെ അവിടെ വന്നു, അവിടെ വർക്ക് ചെയ്യുന്നു തുടങ്ങി. അപ്പം അങ്ങനെ അന്നൊരു അഫെയർ ആയിട്ട് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് നാട്ടിൽ വെച്ച് അറിയാവുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഒന്നിച്ച് പഠിച്ചവരായതുകൊണ്ട് അങ്ങനെയുള്ള പരിചയം മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ആക്ച്വലി ഒരു ഫ്രണ്ട് സർക്കിളാണ് ഞങ്ങളെ ഒന്നിപ്പിച്ചത്. അവരതിനെ പ്രൊട്ടറേറ്റ് ചെയ്തു. ഞങ്ങളുടെ റിലേഷൻ വേറൊരു ലെവലിലാണെന്ന് ഫ്രണ്ട്സ് പ്രൊട്ടറേറ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ മാറുകയായിരുന്നു. വൈഫിൻ്റെ പേര് രമ. ഞങ്ങൾക്ക് 2 മക്കളാണ്. മൂത്തത് അജിത്ത്, ഈസ് 32 നൗ. മോള് അഞ്ജലി. അജിത്തിൻ്റെ കല്യാണം കഴിഞ്ഞു. അജിത്തിൻ്റെ വൈഫിൻ്റെ പേര് പൂർണിമ. അവർ 2 പേരും ഇപ്പോൾ നെതർലാൻഡ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അഞ്ജലി ഷീസ് ആൻ ആർക്കിടെക്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്നാണ് പഠിച്ചത്. ഇപ്പോൾ അവള് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇറ്റലിയിലുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 2 പേരുമാണ്. ഇങ്ങനെ എനിക്ക് നാട്ടിലും ഒരു ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ട് നാട്ടിൽ. സോ ഞങ്ങളിപ്പോൾ പണ്ടത്തെ ആ പാറ്റേണൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഒരു മാസം അവിടെയും ഒരു മാസം ഇവിടെയും അങ്ങനെയുള്ള ഒരു 2 പേരും അങ്ങോട്ട് പോകും. കുറച്ച് എറണാകുളത്ത് ഞങ്ങളുടെ വീട് ആലുവയിലാണ്. ആലുവ പുളിഞ്ചോട്ടിലാണ് ഞങ്ങളുടെ വീട്. ഇപ്പം ഞങ്ങൾ വീട് വെച്ച് താമസമായിരിക്കും. എൻ്റെ പേരൻസ്, അച്ഛൻ മരിച്ചുപോയി. അമ്മയും എനിക്ക് 3 സിബ്ലിങ്സ് ആണ് ഉള്ളത്. എൻ്റെ നേരെയുള്ള സിസ്റ്ററാണ്. അവർ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ നാട്ടിൽ സെറ്റിൽഡാണ്. അതിൻ്റെ ഇളയ അനിയനാണ്. പുള്ളി ഒരു ബിസിനസ് ഉണ്ട് നാട്ടിൽ, എറണാകുളത്തൊരു ചെറിയ ബിസിനസ് റൺ ചെയ്യുന്നു. ഏറ്റവും അനിയൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്, മസ്കറ്റിലുണ്ട്. ഈസ് ഓൾസോ റണ്ണിങ് എ സ്മോൾ ബിസിനസ് ചെയ്യും. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ അച്ഛൻ്റെ കൂടെ, അച്ഛന് ചെറിയ ഒരു ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ നാട്ടിലെ സ്റ്റേഷനറി കട പോലെ ഒരു കടയായിരുന്നു. അച്ഛനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ അച്ഛൻ്റെ കൂടെ നിന്നു. അങ്ങനെയാണ് ഒരു ഓണ്ടർപ്രീനർഷിപ്പ് എന്നുള്ള ഒരു കാര്യം എൻ്റെ ബ്ലഡിൽ അന്നും ഒരു വരുന്നത്. മുംബൈയിൽ അത് കഴിഞ്ഞ് പോയി. അപ്പോഴും ഞാൻ വർക്ക് ചെയ്തെങ്കിൽ ശരി, അപ്പോഴും ഓണ്ടർപ്രീനർ ആകണമെന്നൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അത് പിന്നെ ആ സിറ്റുവേഷൻ്റെ ഗൾഫിൽ പോകാനായിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അത് കളഞ്ഞിട്ട് ഗൾഫിൽ പോയി. തിരിച്ച് ഒമാനിൽ വന്നു കഴിഞ്ഞിട്ടും വീണ്ടും അത് ഞാനിവിടെ വർക്ക് ചെയ്യായിരുന്നു. ഇവിടെ ഭവാൻ എഞ്ചിനീയറിംഗ് കമ്പനി എന്ന് പറഞ്ഞ ഇവിടുത്തെ വൺ ഓഫ് ദി ലാർജസ്റ്റ് എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്തു. 1993-ലാണ്. അതിനുശേഷമാണ് ഞാൻ അവിടെ നിന്ന് വിട്ട്. അന്നും ഇതുപോലെ ഒരു ഓണ്ടർപ്രീനർഷിപ്പ് എന്ന ഡ്രീമിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ ഫെയിലായി.
അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞാനിവിടെ മിസ്റ്റർ PNC മേനോൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് ഇവിടെ, സർവീസ് ആൻഡ് ട്രേഡ് ഗ്രൂപ്പ്. ആ ടെമ്പററി അവിടെ ജോയിൻ ചെയ്തു. ഓൾമോസ്റ്റ് 2 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. അപ്പോഴും ഇത് തന്നെയായിരുന്നു മൈൻഡിലെ ഡ്രീം, ടു ബി ആൻ ഓൺടർപ്രീനർ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട് വഴി ഒരു ലോക്കൽ ഒരാളെ കണ്ടു. വൈ ഡോണ്ട് യു കം ആൻഡ് ജോയിൻ, അവളുടെ ഒരു കമ്പനി ഉണ്ട്, വൈ ഡോണ്ട് യു ജോയിൻ എന്ന് പറഞ്ഞിട്ട് വന്നു. അങ്ങനെയാണ് 2007 ആണ് സംഭവിക്കുന്നത്. ഞാൻ ഒരു ഓൺടർപ്രീനറായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് ഈ ഒരു 14 ഇയേഴ്സ് പ്ലസ് 2 ഇയേഴ്സ്, ഓൾമോസ്റ്റ് 15-16 ഇയേഴ്സ് വർക്ക് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഇവിടുത്തെ ഒരു നല്ല ഒരു ക്ലയൻസുമായിട്ടൊക്കെ നല്ലൊരു കണക്ഷൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി എനിക്ക്. അപ്പോൾ അതൊരു വലിയ ബെനിഫിറ്റായി. ഇവിടെ ഞാൻ ഒരു ഓൺടർപ്രീനറായി ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ആ കണക്ഷൻസ് ഒക്കെ ഒരുപാട് ബെനിഫിഷ്യലായിട്ട് എനിക്ക് വന്നു, പ്രീമിയം ക്ലയൻസ് ഒക്കെ. ഞാൻ അതുപോലെ എൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. അതായത് നമുക്ക് എന്തറിയാമോ അത് ചെയ്യുക, അതിൽ എക്സൽ ഇൻ ദാറ്റ്, അതിൽ പ്രൊഫഷണലായിട്ട് ഗ്രോ ചെയ്യുക, ഇതായിരുന്നു എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഞാൻ എന്ത് എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് എന്തായിരുന്നു ആ ഫീൽഡിലുള്ള ബിസിനസ്സാണ് ഞാൻ ചൂസ് ചെയ്തത്. അതും ഞാൻ ഇൻഫാക്ട് ഇതാണ് എൻ്റെ ഫസ്റ്റ് ഓഫീസാണ്. ഇത്രയും വർഷമായിട്ട് ഞാൻ ഈ ഓഫീസ് തന്നെ ഇരിക്കുന്നു. അപ്പോൾ അന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത് അഫോർഡ് ചെയ്യാൻ വലിയ പ്രശ്നമായിരുന്നു. ഇത്രയും വലിയ വാടക കൊടുത്തിട്ട് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇങ്ങനെ ഒരു ഓഫീസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരെ കൊണ്ടും പറ്റാത്ത കാര്യം. എനിക്കും ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റിൽ ഞാൻ ആ ഒരു കാഴ്ചപ്പാടിൽ, അതായത് നമ്മളൊരു ഓഫീസിലിരിക്കുമ്പോൾ ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാലും ആ ഒരു പ്രൊഫഷണൽ ടച്ച് വേണം, വട്ട് എവർ യു ഡു, അതിലൊരു പ്രൊഫഷണൽ ടച്ച് വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെയാണ്, ആ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ബിസിനസ്സിനെ കണ്ടത്. അപ്പം ഐ എം ക്വൈറ്റ് സക്സസ്ഫുൾ ഇൻ ദാറ്റ്. അപ്പം ഞാൻ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിലും അങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഇൻഡസ്ട്രീസിലൊക്കെ എൻ്റെ കൂടുതലും 90% ഓഫ് ബിസിനസ് ഞങ്ങൾ ചെയ്യുന്നത് ഇൻഡസ്ട്രീസിലാണ്. ഈ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ പ്രോസസ് പ്ലാന്റ്സ്, ഇവിടെ വരുന്ന അവരുടെ ഇലക്ട്രിഫിക്കേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ, ഓട്ടോമേഷൻ, ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നു. ബിൽഡപ്പ് ചെയ്ത സമയത്ത് എൻ്റെ കൂടെ ഒരു 4 ടെക്നീഷ്യനും ഒരു സൂപ്പർവൈസറും കൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാനും കൂടെ അവരുടെ കൂടെ ഫീൽഡിൽ പോയി അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യും, അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വണ്ടി ഒക്കെ ഒരു പിക്കപ്പ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പിക്കപ്പ് ഡ്രൈവ് ചെയ്യും, രാവിലെ അവരെ കൊണ്ട് സൈറ്റിലോട്ട് ഡ്രോപ്പ് ചെയ്യും, എടുത്തിട്ട് വരും. ഇങ്ങനെയൊക്കെയുള്ള ഇനീഷ്യൽ സ്റ്റേജസ് ഒക്കെ അങ്ങനെയായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഓൺ എംപ്ലോയീസ് ആയിട്ട് ഓൾമോസ്റ്റ് 500+ ലോക്കലി ഹയർഡ് 700 ആൾക്കാർ കമ്പനിയിലുണ്ട്. ഞങ്ങൾ റീസണബിളി ഒരു നല്ല സ്റ്റാറ്റസിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റിൽ ഓൺടർപ്രീനർഷിപ്പ് തുടങ്ങുമ്പോൾ എനിക്കൊരു ലോക്കൽ പാർട്ട്ണർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇട്ട ഒരു പേരാണിത്. ആക്ച്വലി ജാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലപ്പേരാണ് ഈ ജാൽ എന്ന് പറഞ്ഞാൽ. അപ്പം ഒരു സർട്ടൺ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 2-3 വർഷം ഞാൻ വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ ഷെയർ കൊടുത്തിട്ട് ഞാൻ ഈ കമ്പനി എടുക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി കമ്പനി രജിസ്ട്രേഷൻസ് ഒക്കെ മാക്സിമം ഈ പേരിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പേര് മാറ്റുക എന്നുള്ളത് ഫീസിബിൾ ആയിരുന്നില്ല. പേര് മാറേണ്ട എൻ്റെ രജിസ്ട്രേഷൻസ് എല്ലാം പിന്നെ റീവർക്ക് ചെയ്യണം. സോ അത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു, കണ്ടിന്യൂ ചെയ്തു. ദാറ്റ്സ് ഓൾ. ഇന്ന് ഈ കമ്പനി ഇന്നൊരു 15 മില്യൺ റിയാലിൻ്റെ ഒമാനി റിയാലിൻ്റെ വർക്ക് എക്സിക്യൂട്ട് ചെയ്ത കമ്പനിയാണ്. അത് ഒന്നുമില്ലാത്ത സീറോയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് ഈ ലെവലിൽ ആ കമ്പനി എത്തിച്ചു. ഇത്രയും പേർക്ക് ജോലി കൊടുക്കാൻ പറ്റി. അത് വെറുതെ അല്ല, അത് വളരെ പ്രൊഫഷണലായ രീതിയിൽ കൈകാര്യം ചെയ്ത് ജോലി കൊടുക്കാൻ പറ്റി. അതിലുപരിയായിട്ട് ഞാൻ ഏത് കമ്പനിയിൽ നേരത്തെ വർക്ക് ചെയ്തു ആ കമ്പനിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി അവർക്ക് എഗെയിൻസ്റ്റ് അല്ല, അവരോടൊപ്പം നിന്ന് കോമ്പീറ്റ് ചെയ്തൊക്കെ ഒരു ലെവലിലേക്ക് എൻ്റെ ഒരാളുടെ ഒരു വിഷനിൽ കൊണ്ടുവെത്താൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു ഗ്രാറ്റിഫൈങ് അല്ലെങ്കിൽ സന്തോഷം തരുന്ന ഒരു കാര്യം. ഇതാണ്. പൈസ എത്ര ഉണ്ടാക്കി എന്നുള്ളത് ദാറ്റ് സെക്കൻഡറി ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്രൊഫഷണലിസം എന്ന ഒരു കോൺസെപ്റ്റ് ഞാൻ ഡെവലപ്പ് ചെയ്ത് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെയുള്ള കമ്പനികളുടെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ കഴിഞ്ഞത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു അക്കംപ്ലിഷ്മെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് ആദ്യത്തെ ഓഫീസാണ്, ഇന്നും അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. 2008 ഈ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തത്.
ഇത് ഗാലയിലാണ്, ഒമാനിലെ ഗാലയിൽ. അന്ന് ഒരു ഭാഗം ഉള്ളായിരുന്നു നമുക്ക്. ഇപ്പോൾ ഈ ഓഫീസിന്റെ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടോ. ഇപ്പോൾ ഒമാനിലെ എല്ലാ ഭാഗത്തും നമുക്ക് വർക്കുണ്ട്. സോഹാർ, സലാല, സൂർ, ദുഃഖം, ഇങ്ങനെയൊക്കെയുള്ള മെയിനായിട്ടുള്ള ഇൻഡസ്ട്രിയൽ സിറ്റീസ് ആണ് ഇവിടെയെല്ലാം. അപ്പോൾ നമ്മൾ മെയിൻലി ഇൻഡസ്ട്രിയൽ ബേസ്ഡ് കോൺട്രാക്ടർ ആയതുകൊണ്ട് ഈ ഏരിയയിൽ നമ്മുടെ കൂടുതലും വർക്ക് നടക്കുന്നത്. ഇപ്പോൾ സോഹാറിൽ മാത്രം ഞങ്ങൾക്ക് 500 ആൾക്കാർ സോഹാറിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ റിക്രൂട്ടിംഗ് ഏജൻറ്റ്സ് വഴിയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. നമുക്ക് ബാംഗ്ലൂർ, മുംബൈ, കൊച്ചിൻ, ഇവിടെ എല്ലാം നമുക്ക് കണക്ട് ആയിട്ടുള്ള റിക്രൂട്ടിംഗ് ഏജൻറ്റ്സ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള റിക്വയർമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പേഴ്സണൽ ഇന്റർവ്യൂ നടത്തിയിട്ട് നമ്മൾ എടുക്കും. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. പ്രവാസ ജീവിതത്തിലുള്ള ഫസ്റ്റ് വെക്കേഷൻ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ നിന്നായിരുന്നു. അത് 3 വർഷത്തിന് ശേഷമാണ് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റിയത്. എനിക്ക് ലീവ് ഉണ്ടായിരുന്നെങ്കിലും ശരി, അന്ന് സാമ്പത്തികമായ പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഒരുപാട് ലയബിലിറ്റീസും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് 3 വർഷത്തിന് ശേഷമാണ് എനിക്ക് ഫസ്റ്റ് വെക്കേഷന് പോകാൻ പറ്റിയത്. അന്ന് ഇത് ടിപ്പിക്കൽ ആ ഒരു എന്താ പറയുക 90സിലുള്ള ഒരു അറിയാമല്ലോ, ഒരു പ്രവാസി നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ എന്താണ് എക്സ്പെക്ടേഷൻസ്. നമ്മൾ അന്നും ഇതുപോലെ പാനാസോണിക്കിന്റെ ടേപ്പ് റെക്കോർഡറും ഒക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ എമർജൻസി ലൈറ്റും ഒക്കെ കൊണ്ടുപോകുന്നൊരു കാലഘട്ടമായിരുന്നല്ലോ അന്നത്. അപ്പൊ അത് ടിപ്പിക്കൽ ഒരു പ്രവാസി പോകുന്ന പോലെ തന്നെയായിരുന്നു അന്ന് നാട്ടിൽ പോയത്. കാരണം അതിൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല ഒരിക്കലും. അത് നമ്മൾ പ്രവാസിയായിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് മാത്രമേ തോന്നുള്ളൂ. അത് നമുക്കൊരു ബർഡനായിട്ട് തോന്നില്ല. അന്ന് ചുരുങ്ങിയ ഇൻകത്തിലും നമ്മൾ ആ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പൈസ മാറ്റി വെച്ചിട്ട് ആ പോകുന്ന സമയത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് ഓരോ മാസം ശമ്പളം കിട്ടുമ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ സാധനം വാങ്ങി വെച്ചിട്ട് ഈ ഒരു നാട്ടിൽ പോകുന്ന സമയത്തേക്ക് അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് പോകുന്നുള്ള ഒരു വലിയ ലഗേജുമായിട്ടൊക്കെയല്ല നമ്മൾ പോകുന്നത്. ആദ്യത്തെ വെക്കേഷന് പോകുന്ന എൻ്റെ സിസ്റ്ററുടെ വെഡിങ്ങിനാണ് ഞാൻ നാട്ടിൽ പോകുന്നത്. അപ്പം ആ വെഡിങ് കഴിഞ്ഞ ഉടനെ തന്നെ അപ്പൊ തന്നെ ഞങ്ങളുടെ അലയൻസ് ഒക്കെ ഞങ്ങളുടെ ഇടയിൽ വീട്ടുകാർക്ക് അറിഞ്ഞുകൂടായിരുന്നെങ്കിലും ഞങ്ങള് നല്ല തീരുമാനമാക്കിയിരുന്നു. അപ്പം സിസ്റ്ററുടെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ വീട്ടില് ഈ പ്രശ്നം അവതരിപ്പിച്ചു. എൻ്റെ അച്ഛൻ്റെ യങ്ങർ ബ്രദർ ത്രൂ ഇത് വീട്ടിൽ അവതരിപ്പിച്ചു. അപ്പൊ വീട്ടിൽ ആദ്യം കുറച്ച് റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫൈനലി അവരും അതിനോട് എഗ്രി ചെയ്തു. അങ്ങനെ ആ മെയ്യിലായിരുന്നു സിസ്റ്ററുടെ വിവാഹം. ഞങ്ങളുടെ ജൂണിലും പെട്ടെന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ച് ജൂണ് ഒരു മാസത്തെ ഗ്യാപ്പിൽ ഞങ്ങളുടെ കല്യാണം കഴിച്ചു. കുറച്ച് സാക്രിഫൈസ് എനിക്ക് ചെയ്യേണ്ടി വന്നു എൻ്റെ ഫാമിലി ലൈഫിൽ. വൈഫിൻ്റെ കൂടെ ആണെങ്കിലും മക്കളുടെ കൂടെ ആണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ആകെയുള്ള റിഗ്രറ്റ് എനിക്കത് മാത്രമാണ്. അവരുടെ കൂടെ കുറച്ചുകൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇന്ന് അവര് വലിയ കുട്ടികളായി ഒരു വർക്ക് ചെയ്യുന്നു. ഇന്ന് അവരുടെ ടൈം നമുക്ക് കിട്ടുന്നില്ല. അന്ന് അവർക്ക് നമ്മുടെ സമയം കിട്ടിയിരുന്നില്ല. ഇന്ന് അവരുടെ സമയം നമുക്ക് കിട്ടിയിരുന്നില്ല. അപ്പൊ അതിനൊരു വിഷമം എന്ന് പറയാം. മറ്റേ റിഗ്രറ്റ് എന്ന് പറയാം. അന്നൊക്കെ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മൾ കരിയറിൽ ഗ്രോ ചെയ്യാൻ പറ്റിയതും ഈ ലെവലെത്താൻ പറ്റിയതും അന്ന് അങ്ങനെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടായിരിക്കാം. അങ്ങനെ ഒരു കാര്യമുണ്ട് അതിനകത്ത്. അപ്പം ശരിക്കും ട്രൂ അനാലിസിസ് നടത്തിക്കാൻ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ടു ഗെയിൻ സംതിങ്, ടു ലൂസ് സംതിങ്, സിമ്പിൾ. അതങ്ങനെയാണത്. അപ്പൊ ഒന്നും സാക്രിഫൈസ് ചെയ്യാതൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എവിടെയോ എന്തോ കുറച്ച് കോംപ്രമൈസ് ചെയ്തു. അതുകൊണ്ട് കരിയറിൽ ഗ്രോ ചെയ്യാൻ പറ്റി, ലെവലിലെത്താൻ പറ്റി എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ ഒരു ചേഞ്ച് ചെയ്തു. ഇപ്പൊ ഞാൻ കുറച്ച് ജോബുകളൊക്കെ അതിന്റെ ഡെലിഗേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിന് റെസ്പെക്റ്റീവ് മാനേജേഴ്സിനെ ഡെലിഗേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇടയ്ക്ക് നാട്ടിൽ പോകാൻ പറ്റുന്നതും. അപ്പൊ ഞാനും വൈഫും ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ പല ട്രിപ്പുകളൊക്കെ പോകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഒരു വർഷത്തിൽ എങ്ങനെയായാലും ഒരു 4 ട്രിപ്പെങ്കിലും പല വേൾഡ് വൈഡ് പല രാജ്യങ്ങളിൽ പോകാറുണ്ട് ഞങ്ങൾ. ഈ വർഷം തന്നെ ഇപ്പോൾ ഒരു 3-4 ട്രിപ്പ് കഴിഞ്ഞു. 3 ട്രിപ്പ് കഴിഞ്ഞു ഈ വർഷം തന്നെ. എനിക്ക് ആകെ റിഗ്രറ്റ് എൻ്റെ ജീവിതത്തിലുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അന്ന് ഒരു വർക്കഹോളിക് നേച്ചറായിരുന്നു അന്നും ഇന്നും എൻ്റെ അത്. അപ്പം അവരുടെ കൂടെ ഒരു ക്വാളിറ്റി സമയം സ്പെൻഡ് ചെയ്തത് വളരെ കുറഞ്ഞു പോയി. അന്ന് കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യാൻ, അതാണ് എനിക്ക് ആകെയുള്ള ഒരു റിഗ്രറ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. അന്നൊക്കെ അപ്പൊ അവര് ഉറങ്ങുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോവും. രാത്രിയിൽ അവർ ഉറങ്ങി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും.
ഇങ്ങനെയായിരുന്നു ഒരു ലൈഫ്. രാവിലെ 6 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് പോകും, രാത്രി 9 മണി 10 മണിക്കൊക്കെ തിരിച്ചു വരും. അങ്ങനെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ടൈം കുറെ മിസ് ചെയ്തു ഞാൻ. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എവേ ഫ്രം ഹോം എന്നൊരു ഫീൽ ഇല്ല നമുക്കിവിടെ. അത് പല കോണ്ടെക്സ്റ്റിൽ അതിനെ കാണാം. അന്ന് ഇപ്പോഴത്തെ പോലെയല്ല. അന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ കുറേയധികം ഇതിൽ കൂടുതൽ മലയാളി പോപ്പുലേഷൻസ് വളരെ കൂടുതലുണ്ടായിരുന്നു. എവിടെ പോയാലും കൾച്ചറൽ പ്രോഗ്രാംസ് ആണെങ്കിലും ആ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾക്ക് ഒരിക്കലും നമ്മൾ നാട്ടിൽ നിന്ന് എവിടെയോ ഒരു ആൾക്കാർ നാട്ടിൽ പറയും മരുഭൂമിയിലാണെന്ന് പറയും, പക്ഷെ നമുക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. ഇവിടെ മരുഭൂമിയിൽ ജീവിതം എന്ന് നമുക്കൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടുത്തെ ലോക്കൽ പോപ്പുലേഷൻ ജനറലി അറിയപ്പെടുന്ന പോലെ തന്നെ ലോക്കൽ പോപ്പുലേഷൻ ഇവർക്കൊരു ഒമാനി നാഷണൽസിനുള്ള പ്രത്യേകത റെസ്പെക്ട് പീപ്പിൾ. അതൊരു വലിയ ഒരു പ്രിവിലേജാണ് നമ്മളിവിടെ ജീവിക്കുമ്പോൾ. എനിക്ക് മറ്റ് നാഷണാലിറ്റീസ് അത്രയുണ്ടോ എനിക്ക് അറിഞ്ഞില്ല, പക്ഷെ ഇവര് ആ കാര്യത്തിൽ ദേ ആർ സെക്കൻഡ് ടു നൺ. ദേ റെസ്പെക്ട് പീപ്പിൾ. എന്ത് കാര്യത്തിനായാലും നമ്മൾ റെസ്പെക്റ്റോടെ സംസാരിക്കുകയുള്ളൂ. ഇത് ഇന്നും അന്നും അതാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്, ഒരു അത്യാവശ്യം ഒന്ന് നാട്ടിൽ പോകണമെങ്കിൽ ഡൽഹിയിലുള്ള ഒരാള്, ഡൽഹിയിൽ എവിടെയെങ്കിലും വരയ്ക്കുന്ന ഒരാൾ നാട്ടിൽ എത്തുന്നതിനെക്കാട്ടിൽ പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് എത്താൻ പറ്റും. പലപ്പോഴും ഞാൻ ഈ ഡൽഹിയിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അന്ന് കമ്പയർ ചെയ്തിട്ടുണ്ട്. മസ്കറ്റിലാണെങ്കിൽ എപ്പോഴും എനിക്ക് വീട്ടിലെത്താമായിരുന്നു. അത്രയ്ക്കും ആക്സസിബിലിറ്റി ഉണ്ട്. 32 ഇയേഴ്സ് ആയെങ്കിലും ശരി, എനിക്കൊരിക്കലും ആ 32 ഇയേഴ്സ് ആയെന്ന് കണക്കൂട്ടും മാത്രമല്ല ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല 32 ഇയേഴ്സ് ഇവിടെ വർക്ക് ചെയ്തു എന്നുള്ളത്. ജീവിതത്തിൽ കുറേയധികം ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറ്റി എൻ്റെ പ്രവാസ ജീവിതത്തിൽ. ഇതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട്. ഒരുപാട് ഡിസിപ്ലിൻഡ് ആണ് നമ്മളിവിടെ. നമ്മൾ നമ്മുടെ നാട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നിയമത്തെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്, എല്ലാ നിയമങ്ങളും നമ്മുടെ നാട്ടിലും ഉണ്ട്, പക്ഷെ അത് ഫോളോ ചെയ്യുന്ന കമ്മ്യൂണിറ്റി വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ. അതാണ് വൺ ഓഫ് ദി മെയിൻ പ്രവാസ ജീവിതത്തിൽ നമ്മൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആവുന്നു. ഇപ്പം നമ്മൾ നാട്ടിൽ പോയാലും ഒരു ടിഷ്യൂ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വലിച്ചെറിയില്ല, നാട്ടിൽ റോഡ് സൈഡിൽ എറിയില്ല. നിറയുമ്പോൾ നാട്ടിലുള്ള ആൾക്കാർക്ക് അതൊരു മടിയില്ല കാണിക്കാനായിട്ട്. കാരണം അവർ ആ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് എന്തും എവിടെയും വലിച്ചെറിയാൻ യാതൊരു മടിയില്ല. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം നമ്മൾ ഇങ്ങനെ ഒരു എൻവയോൺമെന്റിൽ ജീവിച്ചിട്ട് നമ്മൾ തിരക്കി പോയി എവിടെയാണ് ഡസ്റ്റ്ബിൻ ഉള്ളത്, നമ്മൾ ഞാൻ മാത്രമല്ല ജനറലി എല്ലാവരും അങ്ങനെയാണ്. അത് അങ്ങനെ ആയിപ്പോയി നമ്മൾ. അതാണ് ഒരു ഡിസിപ്ലിൻഡ് ലൈഫാണ് ഇവിടെ ഈ പ്രവാസ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് ഞാൻ കാണും. ജീവിതത്തിലൊരു ചിട്ടയും എല്ലാത്തിനും ഒരു ചിട്ടയും ഉണ്ട്. എന്നാൽ വി ആർ നോട്ട് മിസ്സിങ് എനിത്തിങ്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചറൽ പ്രോഗ്രാംസ് ആയിക്കോട്ടെ, അമ്പലങ്ങളുണ്ട് ഇവിടെ. അപ്പൊ നമ്മളിവിടെ എന്താ ഇവിടെ ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പോ ഫെസ്റ്റിവൽസിന്റെ കാര്യം പറഞ്ഞാൽ ഓണം എടുക്കുക. നാട്ടിലൊരാൾ തിരുവോണം വന്ന് ഊണ് കഴിച്ച് കൈ കഴുകി കഴിഞ്ഞ പരിപാടി. ഞങ്ങളുടെ ഓണം എന്ന് പറഞ്ഞാൽ അന്ന് തുടങ്ങുകയേ ഉള്ളൂ. ഇവിടെ ഈ വർഷം സെപ്റ്റംബറിലെ ഓണം തോന്നുന്നു. ഒക്ടോബർ ഫസ്റ്റ് വീക്ക് മുതൽ ഇവിടെ ഓണം തുടങ്ങുകയാണ്. ഈ ഓണം ടിൽ ഡിസംബർ വരെ ഇവിടെ സെലിബ്രേഷൻസ് ആണ്. ഓണം മാത്രമല്ല, വിഷു ആയാലും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങള് ചെണ്ടമേളം പഠിപ്പിക്കുന്നവരുടെ ഒരു അരങ്ങേറ്റമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് നാട്ടിലെ ഈ തൃശ്ശൂർ പൂരത്തിനെ റിപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇലഞ്ഞിത്തറമേളം, പഞ്ചാരി മേളം, ഇങ്ങനെയൊക്കെയുള്ള അങ്ങനെ ഒരു ഈവെന്റിലിരുന്നു. സോ നമുക്ക് ആ ഒരു നൊസ്റ്റാൾജി എപ്പോഴും നമുക്ക് ഉണ്ട് നമ്മളിത് കാണുമ്പോൾ. ഒരുപക്ഷെ നാട്ടിലുള്ള ആൾക്കാർ പോലും എത്ര പേര് തൃശ്ശൂർ പൂരം കാണാൻ പോയിട്ടുണ്ട്, എത്ര പേര് ഇലഞ്ഞിത്തറമേളം കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയ ആൾക്കാരെ കാണുള്ളൂ. അപ്പം പ്രവാസ ജീവിതം പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഈ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ജനറൽ ഡിസിപ്ലിൻ അല്ല, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. സാമ്പത്തികമായിട്ടുള്ള ഒരു വെൽബീയിങ് അതൊരു അസറ്റാണ്. പിന്നെ നമ്മളെ മാത്രമല്ല നമ്മളുമായിട്ട് നമ്മുടെ അടുത്ത കുടുംബാംഗങ്ങളെയും നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ തന്നെ എന്റെയും വൈഫിന്റെയും ഒക്കെ ബന്ധുക്കാർ എത്രയോ പേരെ നമ്മൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റി. പല രീതികളിലും ജോലി ഇവിടെയും പുറത്തും പലയിടത്തും ജോലി വാങ്ങിക്കൊടുക്കാനും അവരുടെ ജീവിതം വേറൊരു ലെവലിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അതൊക്കെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഈ കമ്പനിയിലാണെങ്കിലും എൻ്റെ കമ്പനിയിൽ ഒരു 95% മലയാളികളാണ്. അപ്പം ഇത്രയും ആൾക്കാർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. എനിക്ക്
ചില കുടുംബങ്ങളെ അറിയാം, മണ്ണെണ്ണ വിളക്ക് കത്തിച്ചുകൊണ്ട് ഒരു ഇലക്ട്രിസിറ്റി കണക്ഷൻ പോലും ഇല്ലാത്ത വീട്ടിൽ ജീവിച്ച ആൾക്കാർ ഇന്ന് ഒരു മൾട്ടി സ്റ്റോറി വീട് വെച്ച് അതിൽ വളരെ ഒരു ഒരു മിഡിൽ ലെവലിലേക്ക് അവരെത്തി, അവരുടെ ജീവിതം എത്തി. അതിന് അവരെ പല രീതിയിലും എൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതുപോലെ പല നൂറുകണക്കിന് ആൾക്കാരെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് എൻ്റെ പ്രവാസ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സംതൃപ്തി ഉണ്ടാക്കുന്ന കാര്യം അത് തന്നെയാണ്. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. എൻ്റെ അച്ഛനോട് ഞാൻ വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു ചെറുപ്രായത്തിൽ. അപ്പം അച്ഛൻ കൃഷി ഉണ്ടായിരുന്നു, അച്ഛന് കച്ചവടം ഉണ്ടായിരുന്നു. അപ്പം അച്ഛനെ കൃഷിയിൽ സഹായിക്കാൻ പോകും. അപ്പോൾ പാടത്ത് നെൽപ്പാടമുണ്ട്, അവിടെ നെൽകൃഷിയുണ്ട്. അപ്പോൾ അച്ഛനെ സഹായിക്കാൻ പോകും. അച്ഛന് പച്ചക്കറി കൃഷി ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു, അച്ഛൻ്റെ കൂടെ പോകും. അപ്പം അതൊക്കെ ഒരു നൊസ്റ്റാൾജി പോലെ ഇന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ എറണാകുളത്തൊരു വീട് വെച്ചപ്പോഴും ആ കൃഷിസ്ഥലം ഉള്ള ഒരു ലാൻഡ് വാങ്ങിയിട്ട് അവിടെയാണ് വീട് വെച്ചത്. ഇപ്പം ഞാൻ ഇടയ്ക്ക് നാട്ടിൽ പോയാലും എൻ്റെ വീട്ടിൽ പച്ചക്കറികൾ വളർത്തുക ഇതൊരു വലിയ ഹോബിയാണ് എനിക്കത്. എപ്പോഴും ഞാൻ ആ പച്ചക്കറി നടുമ്പോഴും വളർത്തുമ്പോഴും ഒക്കെ അച്ഛൻ്റെ കൂടെ പോയതും അച്ഛൻ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്. അതൊക്കെ ഇപ്പോഴും നമ്മൾ ഇത്രയും വർഷം ഇവിടെ ജീവിച്ചു പോലും നാട്ടിനോടുള്ള അറ്റാച്ച്മെന്റ് ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും ആ നാട്ടിൽ പോകാന്ന് പറയുമ്പോൾ എന്തോ ഒരു വലിയ ത്രില്ലാണ് ഇപ്പോഴും അത്. ഇതൊക്കെ ആണെങ്കിലും ശരി, ഇവിടെ ഇരിക്കുമ്പോഴും നമുക്ക് നമ്മൾ വേറൊരു ലോകത്തിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു വിഷമം തോന്നുമെങ്കിലും ശരി, ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാം മറന്നു ഇവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് മിങ്കിളായി പോയി നമ്മൾ വേറെ എവിടെയോ ആണെന്നൊരു ഫീലിംഗ് നമുക്ക് തോന്നാറില്ല. അപ്പോൾ വേറെ ഒരു വീട് നമ്മുടെ സെക്കൻഡ് ഹോം എന്ന് വേണമെങ്കിൽ പറയാം. ചിലർ പറയുന്നത് ഫസ്റ്റ് ഹോം ആണെന്ന് പറയും, കാരണം 32 വർഷം ഇവിടെ ജീവിതം അത്രയും നാൾ നാട്ടിൽ ജീവിച്ചിട്ടില്ല. അപ്പം ഇത് നമ്മുടെ ഫസ്റ്റ് ഹോം. പലരും എന്നോട് കളിയാക്കി പറയും നിന്റെ ഫസ്റ്റ് ഹോമാണ്, അത് സെക്കൻഡ് ഹോം ആണെന്ന് പറയും. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ജീവിതം, പ്രത്യേകിച്ച് ഒമാനിലെ ഈ ജീവിതം എനിക്ക് വളരെയധികം സാറ്റിസ്ഫൈങ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവാസ ജീവിതം മറക്കില്ല.